Hello, good morning all. Morning. Good morning. Thank you. പ്രപഞ്ച സൃഷ്ടാവിനെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഈ ഒരു ദിവസം മനോഹരമാകട്ടെ. ഇന്നത്തെ ക്ലാസ് എടുക്കാൻ നമുക്ക് ഇവിടെ എത്തിയിട്ടുള്ളത് ശ്രീജ മാം ആണ്. മാം ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഇവിടെ വരുന്നത്. മാം പാരന്റിംഗ് കോച്ചാണ്, അംഗനവാടി ടീച്ചറാണ്. മാമിനെ വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും സ്നേഹത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. താങ്ക് യു. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ഓൾ. Good morning. എന്നെ നിങ്ങൾക്ക് വലിയ പരിചയം ഉണ്ടോന്ന് അറിയില്ല. കൂടുതലും കുറെ മുന്നേ ഞാൻ ക്ലാസ്സിൽ വന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ ഇതെടുക്കാൻ വന്ന സമയങ്ങളിലുള്ള ആളുകളെല്ലാം തോന്നുന്നു. ഞാൻ കഴിഞ്ഞ ഒക്ടോബറിൽ ഇതേ ദിവസം ഇതേ ഡേറ്റിന് ക്ലാസ് എടുത്ത് പോയതാണ്. പിന്നെ എനിക്കിതിലേക്ക് വരാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഈ ഒരു ട്രെയിനത്തെ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു നമ്മുടെ ഈ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഇതിനോടൊപ്പമുള്ള ഒരു സഞ്ചാരം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാനൊക്കെ എൻ്റെ നെഞ്ചിലേറ്റുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ മാറി നിൽക്കാൻ പറ്റണില്ല എന്നുള്ളത് തന്നെയാണ്. ഇതിലേക്ക് വരാതിരിക്കുന്നതിൻ്റെ അതിൻ്റെതായ ബുദ്ധിമുട്ട് നമുക്കുണ്ട്. എന്തായാലും നമുക്ക് തുടങ്ങാം. കുറെ ആയിട്ട് ഇതില് മോർണിംഗ് സെഷനിൽ കയറാത്തതുകൊണ്ട് ഏതൊക്കെ ടോപ്പിക്കുകളാണ് എല്ലാവരും ചെയ്തു പോയതെന്ന് എനിക്കറിയില്ല. എങ്കിലും നമുക്ക് ഇന്ന് ഒരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. എൻ്റെ പേര് ശ്രീജ. ഞാൻ മലപ്പുറത്താണ്. മലപ്പുറം കൊണ്ടോട്ടി കാലിക്കറ്റ് എയർപോർട്ടിന് സമീപമാണ് വീട്. ട്രെയിനിലെ 11ാമത്തെ ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഈ സെക്ഷനിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരും ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം ഞാൻ കൊണ്ടുവന്നൊരു ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ തിങ്സ് യു ക്യാൻ കൺട്രോൾ ഇൻ ലൈഫാണ്. നമ്മൾ ജീവിതത്തിൽ നിയന്ത്രിക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ, അതിലൊരു 5 കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് അതിലോട്ട് പോവാം. നമുക്ക് ഈ പറയുന്ന ഒരു 5 കാര്യങ്ങൾ നമ്മൾ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമ്മളല്ലാതാവും എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ നിന്ന് എടുക്കുന്നതായതുകൊണ്ട് തന്നെ നിങ്ങൾക്കും പറ്റും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ എന്താവും എന്നുള്ളതിന് കാര്യത്തിലേക്ക് നമുക്ക് പോവാം. ഒന്നാമത്തെ കാര്യം നമ്മുടെ സെൽഫ് ഡൗട്ടിനെ നമ്മൾ ഇല്ലായ്മ ചെയ്യാന്ന്. നമുക്ക് പലപ്പോഴും നമ്മൾ ഈ പല ടോപ്പിക്കും ഈ ടോപ്പിക്കുമായിട്ട് ഒരു പക്ഷേ ബന്ധം ഉണ്ടാവും. നമ്മളുടെ ഓരോ ടോപ്പിക്കുകളും മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ബന്ധങ്ങളുണ്ടാവും. അതിൽ നമ്മൾ വിഷയങ്ങളായിരിക്കും മാറ്റിപ്പിടിക്കുക, അല്ലെങ്കിൽ പേരുകളാവും. എങ്ങനെയായാലും പറഞ്ഞു വരുമ്പോൾ ഇതൊക്കെ നമ്മളെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ, നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പോൾ സെൽഫ് ഡൗട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പലപ്പോഴും നമ്മളെ തന്നെ നമുക്ക് സംശയമാണ്, അല്ലെ? ഞാൻ എന്തെങ്കിലും ചെയ്താൽ എന്തെങ്കിലും അല്ലെ അതുപോലെ ആവോ, എന്തായിരിക്കും അതിൻ്റെ ഒരു ബാക്കിൽ വരുന്ന ഒരു പ്രശ്നം? ഇങ്ങനെ ചിന്തിക്കുന്ന കൂട്ടത്തിലുള്ളതാണ് നമ്മളെല്ലാവരും തോന്നുന്നു. നമ്മളെല്ലാവരും അങ്ങനെയാണ്. എത്ര നമ്മൾ ഏത് രംഗത്ത് വന്നാലും എത്ര പഠിച്ചു കഴിഞ്ഞാലും അതൊരു വല്ലാത്തൊരു സംശയമാണ്, നമ്മളെ കുറിച്ചുള്ള നമ്മളെ ഒരു ബോധ്യം എന്നുള്ളത്. അപ്പോ നമുക്ക് ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ പിച്ച വെച്ച നാൾ മുതൽ നമ്മൾ പഠിച്ച സ്കൂളുകൾ, കോളേജുകൾ, അങ്ങനെ തുടങ്ങി നമ്മുടെ ജോലിയിലേക്ക് പോകുന്നു. രാവിലെ മുതൽ പോകുമ്പോൾ ഇങ്ങോട്ടുള്ള ഓട്ടത്തിൽ അങ്ങനെ വലിയൊരു കോമ്പറ്റീഷനാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ നേടണം, നമ്മൾ ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കണം എന്നുള്ള ആ ഒരു ഓട്ടത്തിനിടയിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, നമുക്ക് ആ ഒരു കാര്യമായിട്ട് മുന്നോട്ട് പോകാനും പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ വലിയൊരു സംഭവം തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം നമുക്കറിയാം, നമ്മൾ വിചാരിച്ച കാര്യങ്ങളിൽ നിന്നും ഒന്നും നേടാതെ അതിനെ
എനിക്കത് പറ്റൂല, അത് കഴിയൂല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലൈഫ് തന്നെ ഇല്ലായ്മ ചെയ്ത പല ആളുകളുടെ മുന്നിലും എന്ന് നമ്മൾ ഈ ഒരു സമയം വരെ നമ്മൾ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു വലിയൊരു സംഭവം തന്നെയല്ലേ. അപ്പോ നമ്മളെ ഇഷ്ടപ്പെടുക, നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ എനിക്കത് പറ്റും എന്നുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ തന്നെ മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു ഡൗട്ട് നമ്മൾ ആദ്യം അതില്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. അതെങ്ങനെയാണ് നമുക്ക് വരുന്ന ഡൗട്ടുകൾ, എങ്ങനെയൊക്കെയാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത് നമ്മൾ സ്വയം ചിന്തിക്കുക, എന്നിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത്. അപ്പോൾ അതിന് പറ്റിയ വലിയൊരു ഉദാഹരണം തന്നെയാണ് നമ്മളൊക്കെ ഇന്ന് ഇവിടെ ഈ ഒരു സമയങ്ങളിൽ നമ്മൾ കയറിയിരിക്കുന്നത്. അത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് വരാൻ പറ്റുന്നത് തന്നെ വലിയൊരു ഉദാഹരണം തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. ആ സെൽഫ് ഡൗട്ട് ഇല്ലായ്മ ചെയ്യുമ്പോൾ വരുമ്പോൾ വലിയൊരു കാര്യം. രണ്ടാമത് ഏകാന്തത. ഏകാന്തത പേടിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മള് എപ്പോഴും നമുക്കൊരു കൂട്ട് വേണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നത്. ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ അത് ചെയ്യണം. എങ്ങനെ ചെയ്യും? നീ ഒന്ന് വരുമോ, എൻ്റെ കൂടെ ഒന്ന് വരുമോ? അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ധൈര്യം ഇല്ല. അപ്പോൾ നമുക്ക് ആ ഒറ്റയ്ക്ക് നേരിടാനുള്ള വലിയൊരു, ഇപ്പം നമുക്കറിയാലേ, നമ്മൾ ഇവിടെ കുറച്ച് മുന്നേ നമ്മളെല്ലാവരും സ്റ്റാറ്റസ് വെക്കുകയും സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് ഇങ്ങനെ വൈറലായി പോയിരുന്ന ഒരു കാര്യങ്ങൾ അറിയാം. ഒരു കുട്ടിക്കുരങ്ങന്റെ ഒരു കഥ നമുക്കറിയായിരുന്നല്ലേ. ആ ഒരു ഏകാന്തതയെ എങ്ങനെ നമുക്ക് തരണം ചെയ്യാൻ പറ്റും എന്നുള്ള വലിയൊരു മെസ്സേജാണ് നമുക്ക് ആ കുട്ടിക്കുരങ്ങൻ തന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഏകാന്തതയെ പേടിക്കാതിരിക്കാം, അതിനെ നമ്മൾ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും ഒക്കെ നമ്മൾ ഒറ്റയ്ക്കാണ്. അപ്പോ അതിനെ ആ ഒറ്റപ്പെടലിനെ നമ്മൾ സ്വതന്ത്രമായി എടുത്ത്, മാത്രമല്ല ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ എടുക്കുക. നമ്മളൊരു അവസരമാണ് ഏകാന്തത എന്നുള്ളത്. നമ്മളൊരു അവസരമായിട്ട് എടുക്കുക. എല്ലായ്പ്പോഴും നമ്മൾ ബന്ധിക്കപ്പെട്ട എത്രമാത്രം മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് ഒറ്റപ്പെട്ട ആളുകളെ നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ എന്തിന് നമ്മൾ ഒറ്റപ്പെടലിനെ പേടിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒറ്റപ്പെടലിനെ പേടിക്കാതിരിക്കുക, അങ്ങനെ ഒരു ഭയം ഇല്ലാതിരിക്കുക. നമ്മള് എന്തൊരു മോട്ടിവേഷനോ നമുക്ക് ഇൻസ്പയർ ആയി എന്തൊരു കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോഴും അതില് നമ്മളോടെപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലാണ് നമ്മൾ ഒറ്റയ്ക്ക് മുന്നോട്ട് പോവാൻ നമ്മൾ പ്രാപ്തയാവുക, അല്ലെങ്കിൽ പ്രാപ്തരാവുക എന്നുള്ളതാണ്. അതിനെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് വലിയൊരു സക്സസ് ജീവിതത്തിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ എനിക്ക് പഠിച്ചൊരു കാര്യം ഞാൻ പ്രാക്ടീസ് ചെയ്തു. ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഏകാന്തത തന്നെയാണ്. അപ്പോൾ അങ്ങനെ അതിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ആദ്യം നമുക്ക് അതിലൂടെ മുന്നോട്ട് പോയപ്പോൾ ഭയങ്കര പ്രയാസം ഉണ്ടായിരുന്നു. നമ്മൾ ഒറ്റപ്പെടല്, അങ്ങനെയുള്ള വലിയ കാര്യങ്ങളിൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ കുറേയേറെ ഒറ്റപ്പെടലുകളും കുറ്റപ്പെടുത്തലുകളും മറ്റൊക്കെ വന്ന് പിന്നെ അതിനെ നമ്മൾ പ്രാബല്യത്തിൽ വരുത്തിയ പോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മളതിനെ ഇഷ്ടപ്പെട്ടപ്പോൾ ശരിക്കും ഏകാന്തത എന്നുള്ള ആ ഒരു കാര്യത്തെ, എല്ലാ ഒരു അവസ്ഥയെ ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കൊണ്ടുവരാൻ പറ്റിയ വലിയൊരു കാര്യം. ഇനി നമുക്കൊരു ഇൻസെക്യൂരിറ്റി ഉണ്ടാവും. ഇൻസെക്യൂരിറ്റി എന്താണ്? നമുക്കൊരു സെക്യൂരിറ്റി, നമ്മളെ കുറിച്ചുള്ള ഒരു ചിന്ത, ഞാന് സുന്ദരിയാണോ, എൻ്റെ ശരീരഘടന നല്ലതാണോ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവുമല്ലോ. മറ്റുള്ളവർ നമ്മളെങ്ങനെ പറയും. അപ്പോൾ നമുക്ക് തന്നെ നമ്മളെ കുറിച്ച് നമുക്ക് തന്നെ ഒരു ബോധ്യമില്ല. നമ്മളെ കുറിച്ച് നമുക്ക് തന്നെ നെഗറ്റീവ്, ഇങ്ങനെയുള്ള ആ ഒരു ചിന്തകളിൽ നിന്ന് മാറിക്കൊണ്ട് പിന്നെ നമുക്ക് ഒരു കഴിവുകളുണ്ട്. നമുക്കറിയാലേ, പിന്നെ ഒരു കുപ്പത്തൊട്ടിയിലെ മാണിക്യം വലിച്ചെറിയുന്ന പല കാര്യങ്ങളിലും അതിൽ വലിയൊരു തിളക്കമുണ്ട്. ഞാൻ എന്താണോ അതേ എനിക്ക് ആവാൻ പറ്റുള്ളൂ. മറ്റുള്ളവരിത് എങ്ങനെയാണോ ഞാൻ അനുകരിക്കുന്നത് അതിൽ എനിക്ക് ഒരിക്കലും വിജയം ഉണ്ടാവില്ല.
അതിനെ നമ്മളുടെ എന്ത് തന്നെ ആയാലും ചിലപ്പോൾ സൗന്ദര്യം ഉണ്ടായില്ലായിരിക്കാം, സംസാരിക്കാൻ കഴിവില്ലായിരിക്കാം, അതുപോലെ തന്നെ നമ്മളെ ശരീരഘടന ഒരു പക്ഷെ എല്ലാവരും വിചാരിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ സ്വപ്നത്തെ കണ്ട അല്ലെങ്കിൽ നമ്മളുടെ ഒരു കാഴ്ചപ്പാടിൽ ഒന്നല്ലായിരിക്കാം. പക്ഷെ അതന്നെയാണ് നമ്മളെ സൗന്ദര്യം, അത് തന്നെയാണ് നമ്മളെ ശരീരഘടന. എങ്ങനെ മനസ്സിലാക്കാം? ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല്, ഒരു അംഗൻവാടി ടീച്ചർ എന്നുള്ള ഒരു ക്വാളിഫിക്കേഷനുള്ള അത്രയും എഡ്യൂക്കേറ്റഡ് എനിക്കുള്ളൂ. പക്ഷെ എനിക്കറിയാം എൻ്റെ മുന്നിൽ ഇരിക്കുന്ന പലരുടെയും നെയിമിന്റെ മുന്നിൽ ഡോക്ടർ, അങ്ങനെ പല പല ഡിഗ്രിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ മുന്നിൽ ഇന്നത്തെ ഒരു സമയം നിങ്ങളോട് സംവദിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് പറ്റും എന്നുള്ളത് ഞാൻ നേടിയെടുത്ത വലിയൊരു കാര്യമാണ്. ഇങ്ങനെ സംസാരിക്കാനും നിങ്ങളെ കൂടെ എല്ലാവരുടെയും കൂടെ എത്തി നിങ്ങളുടെ മുന്നിൽ ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് സംസാരിക്കാൻ എനിക്ക് പറ്റും എന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മളെ മനസ്സിലാക്കുക, നമ്മളെ ഉൾക്കൊള്ളുക. എനിക്ക് തന്നെ പറ്റും, ഞാൻ തന്നെ, എനിക്ക് എന്റെ സൗന്ദര്യം ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് വേറെ രീതിയിലേക്ക് മാറാനും അല്ലെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടാനൊന്നും പോകില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി 4മതായിട്ട് നിങ്ങളടുത്ത് പറയാനുള്ളത് അസൂയ. ആ ഒരു കാര്യം ഉണ്ടല്ലോ, ആ ഒരു കാര്യം വന്നാൽ ശരിക്കും നമുക്ക് വിശ്വാസമില്ല എന്നുള്ളതിന്റെ വലിയൊരു തെളിവാണ് അസൂയ എന്നുള്ളത്. അപ്പോ എനിക്ക് മറ്റുള്ള ഇപ്പൊ നിങ്ങളെ കാര്യത്തിൽ എനിക്കൊരു അസൂയ ഉണ്ടെങ്കിൽ ഞാൻ പോരാ എന്നുള്ളത്, മുന്നേ പറഞ്ഞ കാര്യത്തിനോട് അനുബന്ധിച്ച് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പോരാ. ആ ഒരു കാര്യത്തില് ഇപ്പൊ നമുക്ക് മറ്റുള്ളവരെ അസൂയപ്പെടുത്തുന്ന രീതിയിലുള്ള പെർഫോമൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ കാര്യങ്ങളില്ല, നമ്മളെ മൈൻഡിൽ നിന്ന് നമ്മളെ ആ ഒരു കാര്യത്തെ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരു അസൂയ, പിന്നെ നമ്മൾ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക, പിന്നെ നമ്മൾ തന്നെ കമ്പയർ ചെയ്യാം. നമ്മൾ എപ്പോഴും നമ്മളെ തന്നെ എന്ത് കാര്യത്തിൽ എനിക്കത് പറ്റുമെന്ന് നമ്മളെ തോളത്ത് തട്ടിക്കൊണ്ട് നമ്മളെ നെഞ്ചില് പിന്നെ കൈവച്ചുകൊണ്ട് തന്നെ എനിക്കത് പറ്റും എന്നുള്ള ഒരു ചിന്തയിലേക്ക് എങ്ങനെ അതിന്റെ ഭാഗമായിട്ട് വരുന്ന അസൂയ എന്നുള്ള കാര്യത്തെ നമ്മൾ നീക്കം ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയൊരു വിജയം കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ്. ഇനി നമുക്കൊക്കെ ഉള്ള വലിയൊരു പ്രശ്നമാണ് കഴിഞ്ഞതിനെ കുറിച്ച് ഇങ്ങനെ വേവലാതിപ്പെടുക. അയ്യോ അത് കഴിഞ്ഞു പോയല്ലോ, എനിക്ക് നമ്മളൊരു ആരായാലും ഞാനായിരിക്കും എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഇങ്ങനെ വെറുതെ ചിന്തിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്തുകൊണ്ട് അതിനെ മാത്രം ചിന്തിക്കാം. ഇനി നമുക്ക് പ്രസന്റിൽ എന്തൊക്കെ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ നമുക്ക് കുറെ കറപ്ഷൻ ചെയ്ത് മുന്നോട്ട് വരാനുണ്ട്. ഇങ്ങനെ ഒന്നും ചിന്തിക്കാതെ നമ്മളൊക്കെ ചെയ്യുന്ന വലിയൊരു കാര്യമാണ് ഈ കഴിഞ്ഞതിനെ കുറിച്ച് ചിന്തിച്ച് അതിനെ കുറിച്ച് ഇങ്ങനെ വേവലാതിപ്പെട്ടുകൊണ്ട് സമയം പാഴാക്കുക എന്നുള്ളത്. അപ്പോ ആ ജീവിതത്തിൽ എന്തൊക്കെ വരണം, എന്തൊക്കെ വരണ്ട എന്നൊക്കെ അതിൻ്റെതായുള്ള എങ്ങനെ പോകുന്ന ഒരു പ്രപഞ്ച സത്യമാണ്. അപ്പൊ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി ആ കഴിഞ്ഞതിൽ നമുക്ക് എന്തൊക്കെ പോരായിക വന്നു. ഇപ്പൊ ഞാൻ ഈ ഒരു ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ, ഇപ്പൊ നിങ്ങളോട് സംബന്ധിക്കുന്ന കാര്യത്തിൽ അതിന്റെ റെക്കോർഡ് മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ വിചാരിച്ച അത്രയും ഞാൻ നിങ്ങളെ മുന്നിലേക്ക് എത്തിച്ചോ എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാതെ ഇനി അടുത്തൊരു സെക്ഷനിലേക്ക് നിങ്ങളെ മുന്നിൽ എനിക്ക് ഏതൊക്കെ വേറൊരു ടോപ്പിക്കുമായിട്ട് എങ്ങനെ എത്താം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അതിനെ പഠിച്ച് മുന്നോട്ട് വരിക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. അപ്പോൾ അഞ്ചാമത്തെ കാര്യം കഴിഞ്ഞതിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഈ ഒരു 5 കാര്യങ്ങൾ, ഇതിലേറെ കാര്യങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഇത് ഒരു 5 കാര്യങ്ങൾ ഞാൻ എടുത്തതാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് ചെയ്യാൻ പറ്റിയപ്പോ മുന്നോട്ട് വന്നതിൽ നിന്നുള്ള 5 കാര്യങ്ങൾ നിന്ന് ഞാൻ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങളെ മുന്നിലേക്ക് വന്നതാണ്. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞ് ജീവിക്കുന്നതും അറിയാതെ ജീവിക്കുന്നതും രണ്ടാണ്. പലപ്പോഴും നമ്മളെ ജീവിതത്തില് നമ്മൾ ഒരു
ഒരു എന്താ പറയാ നൂലുണ്ടയുമായിട്ട് താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കെട്ടിപ്പിടഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവുന്ന പ്രശ്നം ഒന്ന് കഴിയുമ്പോൾ ഒന്നാണ്. ഇപ്പോ ആ ഒരു ത്രെഡ് ഇങ്ങനെ അല്ലെങ്കിൽ നൂലുണ്ട ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ അതിനെ അഴിക്കാൻ നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് അത് പിന്നെയും കെട്ടിപ്പിടഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ അതിനെ അഴിക്കുമ്പോൾ ഇതാണ് നമ്മളെ ജീവിതം എന്ന് പറഞ്ഞത്. നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഇന്നൊരു പ്രശ്നത്തെ നീക്കം ചെയ്യുമ്പോൾ അടുത്ത പ്രശ്നം നമ്മൾ അറിയാതെ തന്നെ നമുക്ക് വന്നു കയറും. അപ്പോൾ അതിനെല്ലാം നല്ല രീതിയിൽ ക്ഷമയോടുകൂടി അല്ലെങ്കിൽ നമ്മൾ എന്താണോ വിചാരിക്കുന്ന രീതി എപ്പോഴും നമ്മൾ ഇന്ന് ചെയ്ത കാര്യത്തിന് ഇപ്പൊ തന്നെ റിസൾട്ട് കിട്ടണം എന്നുള്ള ആ ഒരു മൈൻഡ് നമ്മൾ ഒഴിവാക്കുക എന്നുള്ളത്. നമ്മൾ ക്ഷമയോടെ അതിന് വെയിറ്റ് ചെയ്യുക. നമുക്കൊരു റിസൾട്ട് ഉണ്ടാവും. ചിലപ്പോൾ അത് വൈകിട്ടായിരിക്കാം, ചിലപ്പോൾ അത് സ്പോട്ടിലായിരിക്കാം. അപ്പോൾ ആ ഒരു കാര്യത്തെ നമ്മൾ അങ്ങനെ കാണാം. ഇപ്പൊ ജീവിതം അറിയും ജീവിക്കുക എന്ന് പറയുമ്പോൾ പലപ്പോഴും പലത് വരും. ഇപ്പൊ ജീവിതത്തിന്റെ ഓരോ മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ കാണുമ്പം എന്തൊരു കാര്യത്തിനായാലും അറിഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ സമീപിക്കുമ്പോഴും അറിയാതെ ചെയ്യുമ്പോഴും അതിനതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അപ്പം ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ കാര്യത്തിൽ മനുഷ്യന്റെ കാലഘട്ടങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നതും പിന്നെ തിരുത്തപ്പെടുന്നതും തിരിച്ചറിവ് കിട്ടേണ്ടൊക്കെ ഒരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ അതിനെ കാണാന്നുള്ളതാണ്. അപ്പോ ഈ മുന്നേ പറഞ്ഞ 5 കാര്യങ്ങളിൽ നമുക്ക് നിയന്ത്രിക്കാന്ന പറഞ്ഞത്, അല്ലാതെ അതിന് ഇല്ലായ്മ ചെയ്യാന്നല്ല. നമുക്ക് നിയന്ത്രിക്കാം, പറ്റുന്നത് ഇല്ലായ്മ ചെയ്യുകയും ചെയ്യും. നമുക്ക് നമ്മുടെ മനസ്സിനകത്ത് കയറിക്കൂടെ കുറേ വേണ്ടാത്ത ചിന്തകൾ ഉണ്ടാവും. അപ്പൊ ആ ഒരു വേണ്ടാത്ത ചിന്തകൾ, വേണ്ടാത്ത കാര്യങ്ങളൊക്കെ, ആ ഒരു മാലിന്യങ്ങളെ നമ്മൾ നീക്കം ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഒന്നും വേണ്ട, നമ്മൾ ഒരു മാലിന്യം നിറഞ്ഞ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു എവിടെ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാലും അത് നമ്മൾ നീക്കം ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു ക്ലീനിങ്ങും അതില്ലാതെ സമയത്ത് നിൽക്കുമ്പോഴും രണ്ടും രണ്ടാണ്. എന്ന പോലെ മനുഷ്യന്റെ മനസ്സിനകത്തും ഒരുപാട് കുറേ അധികം മാലിന്യങ്ങൾ ഉണ്ട്. അതിന് നമ്മൾ നീക്കം ചെയ്ത് അതിൽ ഒന്ന് വരുന്ന കാര്യങ്ങളാണ് അസൂയ, അഹങ്കാരം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അതൊക്കെ നമുക്ക് ശരിക്കും പാടെ നീക്കം ചെയ്യണം തന്നെയാണ്, ഇല്ലാതിരിക്കുക. അപ്പോൾ ഇങ്ങനത്തെ നമുക്ക് ഇത്രയധികമുള്ള സെക്ഷനിൽ കയറുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഞാനൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു എന്നുള്ളതാണ്. ഇനിയും നമുക്ക് ഓരോ ദിവസം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, നമ്മൾ ഒരിക്കലും കംപ്ലീറ്റഡ് അല്ല എന്ന് ഒരു മനുഷ്യനും പൂർണ്ണരല്ല എന്നുള്ളതാ. ആർക്കും പൂർണ്ണമാവാൻ പറ്റൂല. പക്ഷെ നമുക്ക് നമ്മളിലൂടെ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒഴിവാക്കപ്പെട്ട കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പറ്റുമെന്നുള്ളത് തന്നെയാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോയി ഇതിലും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതുകൊണ്ട് മുന്നോട്ട് പോയത് കൊണ്ട് തന്നെയാണ് ഇനിയും വീണ്ടും നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ മുന്നിൽ എനിക്ക് വന്നിരിക്കാനും ആ ഒരു കൂടുതൽ ബന്ധം സ്ഥാപിക്കാൻ പറ്റിയത് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അപ്പോ ഞാൻ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പഠിച്ചപ്പോൾ വെയിറ്റ് ചെയ്യാനുള്ള ഒരു കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഞാനൊരു അംഗൻവാടി ടീച്ചർ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം, പിഞ്ചു കുഞ്ഞുങ്ങളാണ് നമ്മുടെ അടുത്ത് വരുന്നത്. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളാണ്. 19 വർഷമായി അംഗൻവാടി ഫീൽഡിൽ. അവരാണ് ശരിക്കും എന്നൊക്കെ ക്ഷമ പഠിച്ചത്. അങ്ങനെ അവരെ നിയന്ത്രിക്കാനും അവരെ ചെയ്യാനും ഒക്കെ അങ്ങനെ അതിലൂടെ നമുക്ക് ക്ഷമ പഠിക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോ ക്ഷമിക്കാൻ പഠിച്ചാല് ജീവിക്കാൻ പഠിക്കും എന്നുള്ള വലിയൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് പിന്നെ പ്രാപ്തമായി എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. എന്തായാലും ഇത്രയും കാര്യങ്ങൾ ഒഴിവാക്കി നിയന്ത്രിച്ചും ജീവിതം പഠിച്ചു നീങ്ങിയപ്പോൾ ഇതിനോടൊപ്പം പോവാൻ പറ്റി എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ഒരു ദിനം നല്ലതാവട്ടെ. മുന്നോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ പകർത്തിക്കൊണ്ട് ഉയരാൻ സാധ്യമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ആ ഒരു കാര്യം ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. യെസ്, നല്ല രീതിയിൽ സെഷൻ എടുക്കാൻ പറ്റി. നമ്മൾ മാറ്റിവെക്കേണ്ട
5 കാര്യങ്ങളെ പറ്റി, അത് ജീവിതത്തോട് ചേർത്ത് വെച്ച 5 കാര്യങ്ങളെ പറ്റി നമുക്ക് പറഞ്ഞു തന്നു. അത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതും യു ടോക്ട് അബൌട്ട് ദാറ്റ്, സോ ദാറ്റ്സ് വെരി ഗുഡ്. നല്ല രീതിയിൽ തന്നെ ഐ മീൻ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും അത് നമുക്ക് പ്രയോജനം ഉണ്ടാവും. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുത്തു പറയുമ്പോൾ അതിന് ശരിക്കും അതിനൊരു ഇഫക്റ്റ് ഉണ്ടല്ലോ. ഐ പ്രാക്ടീസ് ദാറ്റ് ആൻഡ് ഇറ്റ് ഡസ് വർക്ക് എന്നുള്ളത്. അപ്പം പൊതുവെ നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ പലതുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടത്, പ്രത്യേകിച്ച് നമ്മൾ ഇപ്പം സെൽഫ് ഡൗട്ട് എന്ന് പറയുന്നത്, വാട്ട് യു സെഡ് ഈസ് വെരി കറക്റ്റ്. എല്ലാ മനുഷ്യർക്കും മനസ്സിൽ തോന്നുന്നതാണ്, എന്നെ കൊണ്ട് പറ്റുമോ, ശരിയാകുമോ, എനിക്ക് പറ്റുമോ എന്നുള്ള ആ സെൽഫ് ഡൗട്ട് എപ്പോഴും നമ്മുടെ മുന്നിൽ കയറി ഇങ്ങനെ നിൽക്കും. അത് നമ്മൾ വലിയ ധൈര്യത്തോടെ ചെയ്യാമെന്ന് വിചാരിച്ചാലും അതിനിടയ്ക്കും ആ സെൽഫ് ഡൗട്ട് തീർച്ചയായിട്ടും ഉണ്ടാകും. പിന്നെ ഈ സൈലൻസ് എന്ന് പറയുന്നത്, നമ്മളെ ഏകാന്തത എന്ന് പറയുന്നത്, ദ വേ ഐ സീ ഇറ്റ്, ഇറ്റ് ഈസ് ലൈക്ക് നമ്മളൊരു സൈലന്റ് ആയിട്ട് നമുക്ക് ടൈം സെൽഫ് കെയർ ആയിട്ട് നമ്മൾ സൈലന്റ് എടുക്കണം. പിന്നെ അത് കൂടാതെ നമ്മളൊരു കാര്യം തീരുമാനിച്ചാൽ നമ്മൾ ആരെയും കൂട്ടുപിടിക്കാതെ തന്നെത്താൻ ചെയ്യേണ്ട കാര്യം സ്റ്റെപ്പ് എടുത്തു വെച്ച് തന്നെ അത് ചെയ്യാനുള്ള ഒരു ധൈര്യവും ഒരു മനസ്സും ഒക്കെ ഉണ്ടാകണം. അപ്പം നമ്മൾ ഏകാന്തമായിട്ട് പോയിരിക്കുക എന്നുള്ളതല്ല എനിക്ക് മനസ്സിലായത്. യെസ്, നമ്മള് കാര്യങ്ങൾ അങ്ങനെ ചെയ്യാനായിട്ട് മുന്നോട്ട് വന്ന് കാര്യങ്ങൾ ചെയ്യണം. ആരെയും നോക്കിയിരിക്കേണ്ടതായിട്ടുള്ള കാര്യമൊന്നും ഇല്ല. അത്രയാണ് അത് ഉദ്ദേശിക്കുന്നത്. അതെ. പിന്നെ ഇൻസെക്യൂരിറ്റി നമ്മളെ തന്നെ അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ എന്തിനാ നമ്മൾ ഇൻസെക്യൂർ ആവേണ്ട കാര്യമില്ലല്ലോ. വി റിയലി നീഡ് ടു അക്സെപ്റ്റ് അവർ സെൽസ് ദ വേ വി ആർ. കാരണം എല്ലാവർക്കും അവരവരുടേതായ യുണീക്നെസ് ഉണ്ട്, എല്ലാവർക്കും അവരവരുടേതായ കഴിവുകളും ഉണ്ട്. അപ്പം എനിക്കുള്ള കഴിവല്ല വേറൊരാൾക്ക്. അപ്പം ആ ആൾക്കുള്ളതിനെക്കാട്ടിലും വ്യത്യസ്തമായ കഴിവുകൾ എനിക്കുണ്ടെന്നുള്ളു. അപ്പൊ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇൻസെക്യൂരിറ്റിയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനായിട്ട് തീർച്ചയായിട്ടും പറ്റും. പിന്നെ ജലസി, മറ്റുള്ളവരെ പറ്റി നമ്മൾ ഒട്ടും ജലസ് ആവേണ്ട കാര്യവും ഇല്ല. കാരണം നമ്മുടെ കഴിവുകൾ നമുക്കുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യം അല്ല വേറൊരാളുടെ ജീവിത സാഹചര്യം. അപ്പൊ അതിനെ മനസ്സിലാക്കി നമുക്ക് എങ്ങനെ നന്നായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് ചിന്തിച്ച് മുന്നോട്ട് പോയാൽ അതിനെ നമുക്ക് ഒഴിവാക്കാനായിട്ട് തീർച്ചയായിട്ടും പറ്റും. പിന്നെ വറിയിങ് അബൌട്ട് തിങ്സ്, പ്രത്യേകിച്ച് പാസ്റ്റിലെ കാര്യങ്ങൾ, പറ്റിപ്പോയ കാര്യങ്ങളോ കഴിഞ്ഞുപോയ കാര്യങ്ങളെ പറ്റി വറി ചെയ്തിട്ട് ഒന്നും നേടാനില്ല. കാരണം അതൊന്നും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. പക്ഷെ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, കഴിഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളെ സഹായിക്കും. നമ്മുടെ സക്സസിലേക്ക്, ജീവിത വിജയത്തിലേക്കും സമാധാനമായിട്ട് ജീവിക്കാനും ഒക്കെ നമ്മളെ സഹായിക്കും. അപ്പൊ അങ്ങനെ വാലിഡ് ആയിട്ടുള്ള 5 കാര്യങ്ങൾ തന്നെയാണ് വാട്ട് യു ടോക്ട് അബൌട്ട്. അത് ജീവിതത്തിൽ ഫോളോ ചെയ്യാനും സ്വസ്ഥതയും സമാധാനവും സക്സസും ഒക്കെ ജീവിതത്തിൽ കൊണ്ടുവരാനും സാധിച്ചു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. ഞാനും പ്രീ സ്കൂളില് കുറെ പിള്ളേരെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് കാരണം ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ ടോക്കിംഗ് അബൌട്ട്. കാരണം നമ്മൾ ആ കുഞ്ഞുങ്ങളോട് കൂടി ആയിരിക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് ശരിക്കും. സോ നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ദൈവം സഹായിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ല രീതിയിൽ തന്നെ സെഷൻ എടുക്കുകയും ചെയ്തു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു മാം. പിന്നെ ഇതിൽ വലിയ സംശയങ്ങളൊന്നുമില്ല. ഇത് നമ്മള് ജീവിതത്തിൽ പകർത്തിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തു മാത്രമേ ഉള്ളൂ. സംശയിക്കാനൊന്നുമില്ല. സംശയങ്ങളോ മറ്റൊന്നും വലിയൊരു സംശയത്തിന്റെ ടോപ്പിക്കുമായിട്ടൊന്നല്ല നിങ്ങളെ മുന്നിൽ വന്നേ. അതാ, സംശയിക്കേണ്ട കാര്യമില്ല. പിന്നെ ഫീഡ്ബാക്ക്, ഐ എം ഷുവർ ദാറ്റ് പീപ്പിൾ വിൽ ഹാവ് ഗിവ് യു ഫീഡ്ബാക്ക്. സംശയിക്കാതെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക എന്ന് മാത്രമേ ഉള്ളൂ. സംശയം ഇതിനകത്ത് ആവശ്യമില്ലാത്തൊരു ഘടകമാണ്. മിക്കവരും ഫോളോ ചെയ്യുന്നതുമായിരിക്കും പല കാര്യങ്ങളും. ഈ കാര്യങ്ങളൊക്കെ പലരും ഫോളോ ചെയ്യുന്നത് തന്നെ ആയിരിക്കുകയും ചെയ്യും. സോ മേ ബി ദേ കൻ ടോക്ക് അബൌട്ട് ദാറ്റ് ആസ് വെൽ. മാമിന്റെ പേരെന്തായിരുന്നു? സൂസൻ വാളക്കുഴി. എന്താ ഇപ്പൊ ഒന്ന്? ഞാനൊരു റിട്ടയർഡ് ടീച്ചറാണ്. പിന്നെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. പിന്നെ എഡ്യൂക്കേഷണൽ കൺസൾട്ടന്റും ആണ്. അങ്ങനെ. സ്ഥലം എവിടെയാണ്? ഞാൻ എറണാകുളം. കൊച്ചി. എറണാകുളമൊക്കെ വരുമ്പോ അതെ. തീർച്ചയായിട്ടും അത് നല്ല കാര്യം തന്നെയല്ലേ, കണക്ഷൻ കീപ്പ് ചെയ്യുന്നത്. ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു അവസരം എന്ന് പറയുന്നതൊക്കെ തന്നെയാണ്. നമുക്ക് കുറെ നല്ല ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വലിയൊരു സർക്കിളാണിത്.
തീർച്ചയായിട്ടും മുമ്പിള് നമുക്ക് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തരുന്നതെന്ന് പറയുന്നത് ഒരു അനുഗ്രഹം തന്നെയാണ്. ഒത്തിരി പേര് നമുക്കൊക്കെ കണക്ട് ആവാനും നല്ല കാര്യങ്ങൾ പഠിച്ചെടുക്കാനും നമ്മളെ ഓർമ്മപ്പെടുത്താനും നല്ല ദിവസം ഇങ്ങനെ തുടങ്ങാനും ഒക്കെ നല്ലൊരു പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടുന്നതെന്ന് ആണ് അത് ഈ പറയുന്നത്. ഒരു തുടക്കം കുറിച്ച് ഇതിനെ കൊണ്ട് ഇപ്പൊ ഇത്രയും 300 സംതിങ് ദിവസമായല്ലോ. അതെ അതെ അപ്പോ എത്ര പോകുന്നൊന്നും ഇത് സ്റ്റാർട്ട് ചെയ്തപ്പം തീരുമാനിച്ചിട്ടില്ല. സ്റ്റാർട്ടിങ്ങിലൊക്കെ ഉണ്ടായിരുന്നു. യെസ് പക്ഷെ ഇത്രയും കൊണ്ടുപോവാന്ന് വെച്ചാൽ കൊണ്ടുപോവാം. അപ്പൊ അത് സാറിന്റെ അതുപോലെ അത് കൈകാര്യം ചെയ്യുന്ന സജ്നയുടെ ആ ഒരു കൃത്യസമയം നമ്മളെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. പിന്നെ ഈ ഒരു സമയത്ത് എല്ലാരും കയറിയിരിക്കുക എന്നൊക്കെ പറഞ്ഞാലേ യെസ് വലിയൊരു കാര്യമാണ്. ഇതന്നെയാണ് നമ്മളെ വലിയൊരു എനർജി. ഇങ്ങനെ ഒന്ന് നമ്മളെ മുന്നിലൊന്ന് അത് കേൾക്കാനിരിക്കുക എന്നുള്ളത്. അതിലൊരു പ്രസന്റേഷൻ വരുമ്പോൾ തന്നെ ബാക്കിയൊക്കെ നമുക്ക് ഫുൾ പോസിറ്റീവായിട്ട് തന്നെയാണ്. നമ്മളെ വളർത്തുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, വളർത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അതെ. ആണ് ഇത്. തീർച്ചയായിട്ടും ഇതില് റൌഫ് സാറിന് അറിയാം, അല്ലാതെ പിന്നെ ഇപ്പോ കുറെ ആളുകളെ എനിക്ക് മനസ്സിലായിരുന്നില്ല ആരൊക്കെയെന്നുള്ളത്. നമ്മുടെ ആദ്യത്തെ സർക്കിളൊക്കെ ഇതിനകത്ത് കയറുന്നില്ല ഇപ്പൊ. യു സെഡ് യു ആർ ഇൻ 11th ബാച്ച്. ഞാനിപ്പോ 23rd ബാച്ച് ജസ്റ്റ് ഫിനിഷ് ചെയ്യുന്നു. 11th-ലായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഓ അതെ, നമ്മൾ പിന്നെന്താ സജിന? ആ സമയത്ത് വളരെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നത്, ട്രെയിനേഴ്സ് ഒക്കെ. അതെ, ഇപ്പോ കുറെ ആളുകൾ ഈ ഒരു സെക്ഷൻ ഇങ്ങനെ വലുതാവും തോറും ആളുകൾ കൂടി കൂടി വരികയാണ്. ഇപ്പോ നമുക്കറിയില്ല, ഞാനിപ്പം പറഞ്ഞല്ലോ ശരിക്കും ഒരു 4-5 മാസത്തിന്റെ ഗ്യാപ്പ് ഇട്ടിട്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ എന്തൊക്കെ സംഭവിച്ചു പോയി, ആരൊക്കെ കയറിയെന്നില്ലാതെ എല്ലാ ഗ്രൂപ്പിലുണ്ട് ചില സമയങ്ങളിലൊന്നും അത് നമുക്ക് നോക്കാൻ പറ്റണില്ല. പക്ഷെ നമുക്ക് ഈ ഒരു ബന്ധം ഉപേക്ഷിക്കാൻ എന്തായാലും തോന്നൂല എന്നുള്ളത് തന്നെയാണ്. അതാണ് നമുക്ക് നമ്മളെ ഫൈസൽ സാറ് തന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ അതിലേക്ക് വന്നൊരു കാര്യം. ഇത് നമ്മളൊരു സോളാണ് ശരിക്കും ഈ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത്. അപ്പോ സജിന അതിന്റെ പേയല്ലേ നീ? എന്നാലും ഭയങ്കര സന്തോഷമുണ്ട്. കുറച്ച് ഗ്യാപ്പിലിട്ടായാലും മാം വന്നല്ലോ. ഇനി ഇടയ്ക്ക് ഇതുപോലെ വരും ആയോ? ഇനി വരും കുറച്ചായിട്ട് ഇങ്ങനെ. ഇപ്പൊ ഇനി BLO ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് ഇലക്ഷൻ ആയല്ലോ, അപ്പൊ അതിന്റെ തിരക്കാണ്. ഇപ്പൊ ഒരു 9 തീയതി വരെ ഞങ്ങളുടെ ജോലിന്റെ പുറമെ ഞങ്ങൾക്ക് ഒരു BLO ബൂത്ത് ലെവൽ ഓഫീസറായിട്ടും കൂടി ഞാനൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് ഇപ്പൊ ഇനി വന്നു. ഇന്നലെ മുതൽ നമുക്ക് ഡ്യൂട്ടി ലീവായി, അതിലേക്ക് ഓട്ടായി. പിന്നെ അംഗൻവാടി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ലീവ് എടുത്ത് നിന്നാൽ പോലും അതിലൊരു നമുക്കൊരു സമാധാനം കിട്ടാത്ത ഒരു ജോലിയാണ്. കാരണം എപ്പോഴും നമ്മളെ കുറിച്ച് പല റിപ്പോർട്ടുകൾ നമ്മൾ മേലോട്ട് അയക്കണം. അങ്ങനെയാണ്. പക്ഷെ ഏറ്റവും എൻജോയ് ചെയ്ത് ഞാൻ ജോലി ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലിയാണ്. ഏറ്റവും കൂടുതൽ ആളുകളെ നമുക്ക് കാണാനും കേൾക്കാനും പറയാനും അവരോടൊപ്പം സംവദിക്കാനൊക്കെ പറ്റുന്ന വലിയൊരു ഇതാണ്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ജോലിയാണ്. അപ്പോ ഓക്കെ, താങ്ക് യു. നമുക്ക് വീണ്ടും കാണുന്നത് വരെ കുറച്ച് ഗ്യാപ്പ് എല്ലാവരും കഴിഞ്ഞാലും നല്ല പ്രസന്റേഷൻ തന്നെയായിരുന്നു കേട്ടോ ശ്രീജ മാം. നല്ല അടിപൊളിയായിട്ടൊക്കെ പറഞ്ഞല്ലേ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. നമുക്ക് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ് പറയാം. താങ്ക് യു മാം. Yes, once again, thank you for your presentation, and wishing each and every one of you a very good morning and a good day. Thank you all.